വൻ മുതൽ മുടക്കിൽ വരുന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹോളിവുഡ് ചിത്രങ്ങൾ കണ്ട് കണ്ണുമീഴ്ച്ചിരുന്നവർക്കും അത്തരം ചിത്രങ്ങളുടെ ആരാധകരും പലപ്പോഴും വിചാരിച്ചൊരു കാര്യമുണ്ടായിരിക്കും, എന്നാണ് ഇനി നമുക്കിതുപോലെ ഒരു ചിത്രമുണ്ടാവുക എന്ന്. ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ച സംവിധായകനാണ് നാഗ് അശ്വിൻ. പ്രഭാസിനെ നായകനാക്കി ഇന്ത്യൻ സിനിമയിലെ ഒരു കൂട്ടം പ്രതിഭാതരായ അഭിനേതാക്കളും അണിനിരുന്ന കൽക്കിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഇന്ത്യൻ പുരാണങ്ങളെ ഒരു ആവശ്യവുമില്ലാതെ സിനിമയിലേക്ക് കുത്തിക്കയറ്റി തങ്ങളുടെ രാഷ്ട്രീയ പ്രൊപ്പഗണ്ടയ്ക്ക് ആക്കം കൂട്ടുന്ന പരിപാടി അടുത്തിടെ നല്ലതുപോലെ നടന്നിരുന്നു. അതിൽ നിന്ന് കൽക്കി വ്യത്യസ്തമാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഐതിഹ്യങ്ങളിലെ ക്യാരക്ടറുകളെ എടുത്ത് പുതിയ സിനിമാ കാഴ്ചകൾക്ക് ചിറക് മുളപ്പിക്കുകയാണ് നാഗ് അശ്വിൻ. കാരണം ഫാൻറ്റസി സിനിമകൾക്ക് പറ്റിയ അത്രയും ക്യാരക്ടറുകൾ ഐതിഹ്യങ്ങളിലുണ്ട്. നമ്മൾ അങ്ങനെ കേട്ട കഥകളിലെ നായകനും വില്ലനുമെല്ലാം അമാനുഷിക ശക്തിയുള്ളവരാണ്. അതായത് അവരെ കഥാപാത്രമായി സ്ക്രീനിൽ കൊണ്ടുവന്നാൽ തന്നെ അവരുടെ ശക്തിയെക്കുറിച്ച് പോലും ഒരു ബാക്ക് സ്റ്റോറി ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അവിടെയാണ് അതിനെ വിദഗ്ധമായി ഭാവി കാലവുമായി അശ്വിൻ കണക്ട് ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഒരു കൂട്ടിച്ചേർക്കലാണത്. കഥ നടക്കുന്നത് ഭാവിയിലാണ്, അതായത് 874 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യമാണ്. നന്മയുടെയും തിന്മയുടെയും ശക്തികൾ തമ്മിലുള്ള യുദ്ധം തന്നെയാണ് കഥയുടെ പ്രധാന ലെയർ. ഭൂമി മുഴുവൻ ഒരു കൂട്ടം ഛിദ്രശക്തികൾ നശിപ്പിച്ചു കഴിഞ്ഞു. നഗരങ്ങളെല്ലാം മരുഭൂമികൾ മാത്രമായി മാറി. ഭൂമിയിലെ എല്ലാ നല്ലതും ഒരിടത്തേക്ക് മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ കണ്ണിൽപ്പെടാതെ അവർക്കെതിരെ ഒരു സൈന്യം പോരാട്ടത്തിനുമുണ്ട്. ഹോളിവുഡ് ഫാൻറ്റസി ജോണർ സിനിമകൾ പലവരും പറഞ്ഞ ഒരു കോമൺ ത്രെഡിനെ ഇന്ത്യൻ ഹിന്ദു ഐതിഹ്യങ്ങളിലെ ക്യാരക്ടറുകളിൽ ചിലതിനെ ചേർത്ത് അവതരിപ്പിക്കുകയാണ് കൽക്കി. കഥ കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിയാലും ബിഗ് സ്ക്രീനിലെ ഇതിൻ്റെ 3D കാഴ്ച മനോഹരമാണ്. വിഷ്വൽ ഇഫക്റ്റുകൾ, ഗെയിമിംഗ് സ്റ്റൈൽ, ഫോട്ടോ റിയലിസ്റ്റിക് ആനിമേഷൻ, മാട്രിക്സ്, മാർവൽ പ്രൊഡക്ഷൻസ് എന്നിവയിൽ നിന്നുള്ള ആശയങ്ങൾ ഏറെ കടമെടുത്താണ് നാഗ് അശ്വിൻ തൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാഡ് മാക്സ് ഫ്രാഞ്ചൈസിയും ഡ്യൂണിൻ്റെയും എല്ലാം ആരാധകർക്ക് അതിനോട് കിടപിടിക്കുന്ന ഐറ്റം കണ്ട ഒരു ഫീൽ എന്തായാലും കൽക്കി നൽകും. ആദ്യ പകുതിയിൽ പ്രഭാസിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത സമയത്ത് അമിതാഭ് ബച്ചനാണ് സ്കോർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഉയരം കഥാപാത്രത്തിന് നല്ലതുപോലെ ഗുണം ചെയ്യുന്നുണ്ട്. പശുപതി, ബ്രഹ്മാനന്ദം, അന്നാബൻ, ദുൽഖർ സൽമാൻ എന്നിവരുൾപ്പെടെ ദക്ഷിണേന്ത്യൻ സിനിമകളിൽ നിന്നുള്ള ഒരു കൂട്ടം അഭിനേതാക്കൾ തന്നെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ഇത്തരം ഹോളിവുഡ് സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് സമാനമായ മാനർസങ്ങൾ തന്നെയാണ് അവർക്കെല്ലാം ഉള്ളത്. ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്കുള്ള പറിച്ചുനടൽ ഒന്നും അഭിനേതാക്കളുടെ പ്രകടനത്തിൽ പോലും നടന്നിട്ടില്ല. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ശോഭനയുടെ കഥാപാത്രമാണ്. ദിശ പട്ടാനി 1-2 സീനുകളിൽ വന്നതൊഴിച്ചാൽ മറ്റൊന്നും കാര്യമായി ചെയ്യാനുണ്ടായിരുന്നില്ല അവർക്ക്. ദീപിക പദുക്കോണിനാണ് അഭിനയിക്കാനുള്ള ഉത്തരവാദിത്തം സംവിധായകൻ നൽകിയത്. അതായത് വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴും വൈകാരികമായി പ്രേക്ഷകനെ തൊടാനുള്ള പ്രകടനങ്ങളൊന്നും താരങ്ങൾ നടത്തുന്നില്ല. ഫാൻറ്റസി സിനിമയിൽ അഭിനയിക്കുകയാണെന്ന് കണ്ടിരിക്കുന്നവർക്ക് തോന്നുന്ന തരത്തിലാണ് താരങ്ങളുടെ പ്രകടനങ്ങൾ. BGM മനോഹരമായപ്പോൾ പാട്ടുകൾ നിരാശയാണ് സമ്മാനിക്കുന്നത്. ബാഹുബലി മാറ്റി നിർത്തിയാൽ റൊമാൻറ്റിക് ആക്ഷൻ നായകൻ എന്നതാണ് പ്രഭാസിൻ്റെ സേഫ് സോൺ. താരത്തിൻ്റെ തന്നെ ചില മാനറിസങ്ങളും സംഭാഷണങ്ങളും ചിരി നിറക്കുന്നതാണ്. അതായത് തിരക്കഥയൊരുക്കുമ്പോൾ തന്നെ പ്രഭാസിനായി എഴുതുകയാണെങ്കിൽ അത്തരത്തിലുള്ളത് ചേർക്കുമെന്ന് ഉറപ്പാണ്. ഇവിടെ ചിത്രത്തിൽ രാജമൗലി പോലും കയറി വരുന്നുണ്ട്. ബാഹുബലിയുടെ റെഫറൻസുകളും തമാശക്കായി ചേർത്തിട്ടുണ്ട്. നാഗ് അശ്വിൻ യൂണിവേഴ്സ് എന്ന തരത്തിലാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഭൈരവൻ്റെ ആക്ഷനുകൾ കൂടുതലും അടുത്ത ചിത്രത്തിലേക്കായിരിക്കും സംവിധായകൻ മാറ്റിവെച്ചിരിക്കുന്നത്. 600 കോടി മുതൽ മുടക്ക് എന്ന് പറയുമ്പോൾ തന്നെ സിനിമയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത മേക്കിംഗ് കൊണ്ടാണ് കൽക്കി അത്രയും സമയം പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നത്. VFX സാധ്യതകളെ ഇങ്ങനെ ഭംഗിയായി ഉപയോഗിച്ച മറ്റൊരു ഇന്ത്യൻ സിനിമയും അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ആദ്യ പകുതിയിൽ ചിത്രത്തിന് ഒരു മെല്ലെപ്പോക്കുണ്ടെങ്കിലും രണ്ടാം പകുതിയിൽ സിനിമയുടെ കുതിപ്പിനൊപ്പം പ്രേക്ഷകരും ചേരും. 800 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അന്ന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങൾ, വാഹനങ്ങൾ, വസ്ത്രം, സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ, ഭാവിയെ മുന്നിലിങ്ങനെ മനോഹരമായി അവതരിപ്പിക്കുന്നതിൽ അണിയറ പ്രവർത്തകർ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. കൽക്കിക്കായി സൃഷ്ടിച്ച സെറ്റാണ് സിനിമയിലെ ഏറ്റവും ആകർഷകം. ഭൂതവും ഭാവിയും കോർത്തിണക്കി പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങൾ ക്യാമറയിലേക്ക് ഒന്നും നഷ്ടപ്പെടാതെ പകർത്തിയ സ്റ്റോയ്ലി യോവിക്കും ദൃശ്യങ്ങളെ അവരുടെ ജീവനിൽ തന്നെ എഡിറ്റ് ചെയ്ത കോതഗിരി വെങ്കടേശ്വര റാവുവും കയ്യടി അർഹിക്കുന്നുണ്ട്. ചിത്രം ചില രാഷ്ട്രീയ വായനകളും നൽകുന്നുണ്ട്. മനുഷ്യരാൽ ഭൂമി നശിപ്പിക്കപ്പെടുമ്പോഴും ദൈവം പുതിയ അവതാരപ്പിറവെടുത്ത് വരുമെന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. മതം പറയുന്നത് അതുപോലെ ഏറ്റുപറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് പലപ്പോഴും. സിനിമയുടെ മാർക്കറ്റിംഗ് കൂടി ലക്ഷ്യമിട്ടാവണം പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ കഥയിലേക്ക് ഇറങ്ങാനാവുമെന്നത് ഇതിൻ്റെ ഒരു ഗുണമാണ്. സൈഫൈ സിനിമകൾക്ക് വലിയ മുതൽമുടക്ക് വേണമെന്നതാണ് അത്രയും വലിയ ക്യാൻവാസിൽ ഹോളിവുഡിനോട് കിടപിടിക്കുന്ന സിനിമകൾ ഇവിടെ ഉണ്ടാക്കുന്നതിൽ നിന്ന് നമ്മുടെ സിനിമാ നിർമ്മാതാക്കളെ പിന്നോട്ട് വലിച്ചിരുന്നത്. അവിടെയാണ് കൽക്കി എന്ന ഒരു ഇന്ത്യൻ സിനിമ ലോക സിനിമാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഒപ്പം നാഗ് അശ്വിൻ്റെ ഒരു പറച്ചിൽ കൂടിയാണ്, ഞങ്ങൾക്കും ഇത് നടക്കുമെന്ന്. കൽക്കി തിയേറ്ററിൽ മാത്രം കാണേണ്ട സിനിമയാണെന്ന് കൂടി ചേർത്ത് പറയാനുണ്ട്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് കൽക്കിയെക്കുറിച്ച് പറയാനുള്ളത്. ചിത്രം കണ്ടവർ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തും.